ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. കാരണം അശ്വിൻ ഒരാളുടെ മുന്നിലും താഴ്ന്നു കൊടുക്കത്തില്ല, അതാണ് പ്രത്യേകിച്ച്. അത് മാത്രമല്ല, ഇപ്പോൾ ഇത് ശ്രുതിയും അശ്വിനും തമ്മിൽ കണ്ടുമുട്ടി കഴിഞ്ഞാൽ വലിയൊരു വഴക്കും അടിയും പിടിയൊക്കെ ആയിട്ട് കീരിയും പാമ്പും പോലെയാണ് എപ്പോഴും അവർ. എന്നാൽ ഇപ്പോൾ ശ്രുതിയുടെ വീട്ടിൽ നടന്ന ആ ഒരു ദുരന്തത്തിന് ശേഷം അശ്വിൻ ഒരുപാട് സഹായങ്ങൾ ശ്രുതിക്ക് ചെയ്തു കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് അശ്വിന് ചെറിയൊരു അലിവ് ശ്രുതിയുടെ അടുത്തുണ്ട്. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതി തിരിച്ച് ജോലിക്ക് വരുമ്പോഴും അശ്വിനെ ഒരുപാട് ദേഷ്യപ്പെടുപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ട് പോലും ഒരു ദേഷ്യവും കൂടാതെ അശ്വിൻ ഇന്ന് ശ്രുതിയോട് കാണിക്കുന്ന ആ ഒരു അലിവ് അല്ലെങ്കിൽ ശ്രുതിയോട് കാണിക്കുന്ന ആ ഒരു പെരുമാറ്റമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും നമ്മളെല്ലാവരും അതിശയിപ്പിക്കുന്നത്. പിന്നെ എന്താണ് ഇന്നത്തെ ഇത് എപ്പിസോഡിൽ കാണാൻ പോകുന്നത്? ശ്രുതിയും അശ്വിനും തമ്മിലുള്ള ആ ഒരു പ്രണയം ഇന്ന് തുടങ്ങാൻ പോവാണ്. പിന്നെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ശ്രുതി എപ്പോഴും ഷ്യാമിൻ്റെ ആ ഒരു ആലോചന വന്നെങ്കിൽ പോലും ശ്രുതിക്ക് പോയി കിടന്ന് ഉറങ്ങിയപ്പോൾ പോലും അശ്വിനെ കുറിച്ചുള്ള ആലോചനകളാണ് ശ്രുതിയുടെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ആരും സഹായത്തിനില്ലാതെ ഞാൻ അങ്ങ് നെട്ടോട്ടം ഓടിയ സമയത്ത് അശ്വിനാണ് സഹായിക്കാൻ വന്നത്. അതുമാത്രമല്ല, അശ്വിനെ ഓടിപ്പോയി താൻ കെട്ടിപ്പിടിച്ചതും പിന്നെ അത് കഴിഞ്ഞിട്ട് അശ്വിൻ സഹായിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം ശ്രുതിയുടെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം അശ്വിനും ഇതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടും ശ്രുതിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അശ്വിൻ മനസ്സിലും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ശ്രുതി എന്നെ വന്ന് കെട്ടിപ്പിടിച്ചതും അവൾക്ക് ആരുമില്ലാതെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവൾ അങ്ങനെ കരഞ്ഞു നിന്ന സമയത്ത് ഞാൻ അവളെ സഹായിച്ചതും അവൾ അങ്ങനെ ആ ഒരു അശ്വിനും ശ്രുതിയും തമ്മിലുള്ള ആ ഒരു മൊമെന്റ്സ് ആണ് അശ്വിന്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ശ്രുതി ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അമ്മായി ശ്രുതിയോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഇവിടെ നിന്നാൽ പോരെ, അച്ഛയ്ക്ക് വയ്യാത്തതല്ലേ, അപ്പൊ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറഞ്ഞത്, പറ്റത്തില്ല അമ്മായി, ഒരുപാട് കടങ്ങളുണ്ട്, അശ്വിൻ സാറിൻ്റെതാണ് ഞാൻ കുറച്ച് പൈസയൊക്കെ വാങ്ങിച്ചത്, അപ്പൊ ആ കടങ്ങളൊക്കെ വീട്ടിലെങ്കിലും പോലും അതിപ്പോ പിന്നെ കൊടുക്കാന്ന് വിചാരിക്കാം, പക്ഷേ ഒരുപാട് ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഒരുപാട് ചെലവുകളും കാര്യങ്ങളും ഇല്ല, അപ്പൊ ഞാൻ പോയെങ്കിലല്ലേ അത് പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ജോലിക്ക് പോവാണ്. അവിടെ പ്രീതിയും വന്ന് ചോദിക്കുന്നുണ്ട് അമ്മായി എന്താ പറഞ്ഞത്. പക്ഷെ പ്രീതിയും കല്യാണത്തെ പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രുതിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പ്രീതി പറയുവാണ്, എന്തായാലും എനിക്കറിയാം നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, നീ ഒരുപാട് ഓടുന്നുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല, നീ പോയി ജോലിക്ക് പോയിട്ട് വാ, അച്ഛൻ്റെ ഫോൺ തന്നെ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതി ശ്രുതിയെ ജോലിക്ക് പറഞ്ഞു വിടുവാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി തിരിച്ച് അശ്വിൻ്റെ വീട്ടിലോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ആകാശിനോട് അഞ്ജലി ചോദിക്കുകയാണ്, നീ എന്താ അമ്മയുടെ അടുത്ത് എന്തിനാ നീ വഴക്കുണ്ടാക്കിയത്, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ കല്യാണത്തെ പറ്റി അമ്മ എപ്പോഴും അത് പറയും, അതും ഈ പണക്കാരി പെൺകുട്ടികളെ തന്നെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുവാണ് അഞ്ജലിയോട്. അപ്പൊ അഞ്ജലി തന്നെ ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ട് ഇങ്ങനെ കല്യാണം വേണ്ട, അല്ലെങ്കിൽ കല്യാണത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നു എന്നൊക്കെ ചോദിക്കുവാണ്. നിനക്ക് എങ്ങനത്തെ പെൺകുട്ടിയാണ് ഇഷ്ടം, നീ അത് പറ, അങ്ങനത്തെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാം, ഒരുപാട് പൈസയുള്ള പെൺകുട്ടിയാണോ അതോ ഒരുപാട് പൈസ കുറഞ്ഞ പെൺകുട്ടിയാണോ, എനിക്ക് സാധാരണ ഒരു പെൺകുട്ടിയെ മതി, അങ്ങനെ പറഞ്ഞ് എങ്ങനത്തെ പെൺകുട്ടിയായിരിക്കും നിന്റെ മനസ്സിലുള്ളത് എന്ന് ഇങ്ങനെ അഞ്ജലി കുത്തി ചോദിക്കുന്നുണ്ട്. കാരണം അഞ്ജലിക്ക് കാര്യം മനസ്സിലായി. അവസാനം നമ്മുടെ ശ്രുതിയുടെ ചേച്ചി പ്രീതിയെ പോലെയുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അത്രത്തോളം നല്ലതാണെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി നീ പ്രീതിയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന്. അങ്ങനെ അവസാനം ആകാശിന്റെ മനസ്സിലുള്ള ആ ഒരു പ്രണയം അഞ്ജലിയോട് തുറന്നു പറയുവാണ്, എനിക്ക് പ്രീതിയെ ഇഷ്ടമാണ്, പ്രീതിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ അമ്മ സമ്മതിക്കത്തില്ല, എന്നാലും ഞാനിപ്പോൾ പറയുന്നില്ല, ഇപ്പൊ പറയണോ, വേണ്ട ചേച്ചി, ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല, എന്തായാലും അവസരം വരുമ്പോൾ ഞാൻ തന്നെ പറയാം, നമുക്ക് ഈ കല്യാണം നടത്താം എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ ആകാശിന് കൊടുക്കുവാണ്. അങ്ങനെ നേരെ ആകാശ് പ്രീതിയുടെ ആ ഒരു വഴക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നേരെ പ്രീതിയുടെ വീട്ടിൽ പോയി. പ്രീതി പുറത്ത് തുണി വിരിക്കുന്ന സമയത്ത് ആകാശ് പുറത്ത് സൈഡിൽ കൂടെയാണ് പോയത്. എന്നാൽ ആകാശിനെ കണ്ടതും പ്രീതി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അമ്മായി വിളിച്ചതും പ്രീതി ഒന്നും പറയാതെ അങ്ങ് കയറി പോവാണ്. അത് ആകാശിന് ഒരുപാട് സങ്കടം തോന്നി. ഒരു ഞാൻ അന്ന് കാരണം പ്രീതി ആകാശ് വരുമ്പോഴെല്ലാം ആലോചിക്കുന്നതാണ് മനോരമ അടിച്ചിറക്കി വിട്ട ആ ഒരു രംഗമാണ്. അത് പ്രീതിയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല. ആ ഒരു സങ്കടത്തിലാണ് പ്രീതി ഇപ്പോഴും. എങ്ങനെയെങ്കിലും പ്രീതിയുടെ ഈ ഒരു വിഷമം മാറ്റി, പ്രീതിയുടെ ആ ഒരു ദേഷ്യം മാറ്റി മാത്രം മതി എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആകാശിന്റെ മനസ്സിലിപ്പോഴും. അങ്ങനെ ഈ ഒരു പ്രതീക്ഷകളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ശ്രുതി നേരെ അശ്വിന്റെ വീട്ടിൽ വന്നു. അശ്വിന്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അശ്വിനാണ് മാസ്ക് ഒക്കെ വെച്ച് ഒരു മുഖംമൂടിയൊക്കെ ധരിച്ചിട്ട് അവിടെ ആ ഒരു ടിവിയും അവിടുത്തെ കാര്യങ്ങളൊക്കെ പൊടിയൊക്കെ അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പൊ ശ്രുതി വരുമ്പോൾ ശ്രുതി കാണുന്നത് ഒരു ജോലിക്കാരനാണ്. അപ്പോൾ
തനിക്ക് മേലെ വേറൊരു ജോലിക്കാരനെ കൊണ്ടുവന്നോ, ഇയാളുടെ അടുത്ത് ഞാൻ കുറച്ചെങ്കിലും ഇങ്ങനെ പതുങ്ങി പതുങ്ങി നിന്നാ പോരാ, അയാളെ വിറപ്പിച്ച് നിർത്തിയാലേ എനിക്കിവിടെ ഒരു സ്ഥാനം ഉണ്ടാകൂ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ ഒരു ജോലിക്കാരനാണ്, പുതിയതായിട്ട് വന്ന ജോലിക്കാരനെന്ന് വിചാരിച്ചുകൊണ്ടാണ് ശ്രുതി അയാളോട് സംസാരിക്കുന്നത്. ആ ഒരു ശ്രുതിയുടെ സംസാരം കേട്ടപ്പോൾ തന്നെ പതുക്കെ അശ്വിൻ ആ ഒരു സോഫയിൽ പോയിരുന്നു. ഉടനെ തന്നെ ശ്രുതി പോയി പറയുവാണ്, നീ എന്താ ഒരു മിനിറ്റ് ജോലിയും പിന്നെ 5 മിനിറ്റ് നീ വിശ്രമിക്കോ, നീ ഇങ്ങനെ ഇരുന്നാലൊന്നും പറ്റത്തില്ല. ഇങ്ങനെ നീ വിശ്രമിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോസ് ഉണ്ട്, ഒരു നമ്മളോടൊന്നും ഒരു കരുണയും ഇല്ലാത്ത, ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാത്ത ഒരു ബോസ് ഉണ്ട്. അയാൾ വന്നു കഴിഞ്ഞാൽ നിന്നെ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് എന്താ നീ എന്നിട്ട് ഞാൻ പറഞ്ഞത് നിനക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലേ, നീ എന്താ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നില്ലേ, നീ എന്താ ചുമ്മാ ഇവിടെ ഇരിക്കാനായിട്ടാണോ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെടുവാണ്. അങ്ങനെ അവസാനം ശ്രുതി ഇങ്ങനെ നോക്കി കണ്ണുരുട്ടുന്നത് കണ്ടിട്ട് നീ എന്താ കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി വീണ്ടും ദേഷ്യപ്പെടുവാണ്. ആ ഒരു സമയത്ത് അശ്വിൻ മാസ്ക് മാറ്റിയപ്പോൾ അയ്യോ കടലമുട്ടായോ, കാരണം ശ്രുതി പേടിച്ചു പോയി. എന്നിട്ട് അശ്വിൻ പതുക്കെ എണീറ്റ് ദേഷ്യത്തോടെ വന്നിട്ട് അഞ്ജലി വരുന്നത് കണ്ടിട്ട് പിന്നെ ഒന്നും മിണ്ടാതെ അശ്വിൻ അകത്തോട്ട് കയറി പോവാണ്. അപ്പൊ അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട്, അശ്വിൻ സാർ എന്താ ഇങ്ങനെ ജോലി ചെയ്യുന്നത്? അപ്പോൾ അഞ്ജലിയും പറയുവാണ്, എനിക്കും ഒരു അത്ഭുതമാണ്, അവൻ ഇങ്ങനെയൊന്നും ചെയ്യാത്തതാണ്, എന്നാൽ ഇപ്പോൾ അവൻ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങളും നല്ലതുപോലെ അറിഞ്ഞും കാര്യങ്ങളൊക്കെ ചെയ്ത് കാണുന്നത് നമുക്കൊരു അത്ഭുതം തോന്നുന്നുണ്ട്, എന്തായാലും അവന് ഒരുപാട് മാറി എന്ന് ശ്രുതിയോട് പറയുവാണ്. അങ്ങനെ അഞ്ജലി പോയ സമയത്താണ് തൻ്റെ അമ്മായി വിളിച്ചിട്ട് ഇന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാധനങ്ങൾ നീ വാങ്ങിച്ചുകൊണ്ട് വരണം, ഒരു ഗോൾഡ് കോയിനെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരണം എന്നൊക്കെ ശ്രുതിയോട് പറയുവാണ്. അപ്പോൾ എന്തായാലും ഇപ്പോഴേ അങ്ങനത്തെ അവസ്ഥയല്ലല്ലോ അമ്മായി, ഞാൻ എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തിൽ ഫോണൊക്കെ വെച്ച് ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അശ്വിൻ വരുന്നത്. അശ്വിൻ വന്നപ്പോൾ ശ്രുതി പേടിച്ചു പോയി, ഇനി എന്തെങ്കിലും ദേഷ്യപ്പെടാനായിട്ടാണോ, എന്നാൽ ശ്രുതിയുടെ മുഖം കണ്ടപ്പോൾ അശ്വിന് സങ്കടം തോന്നി. അശ്വിൻ വന്നത്, അച്ഛയ്ക്ക് എങ്ങനെയുണ്ട്, അച്ഛയ്ക്ക് അസുഖം മാറിയോ, എന്തായാലും നീ പേടിക്കേണ്ട ആവശ്യമില്ല, അച്ഛയ്ക്ക് അസുഖങ്ങളെല്ലാം മാറും, എല്ലാം ഓക്കെ ആവും, എല്ലാം പഴയതുപടിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ പെട്ടെന്നുള്ള അശ്വിൻ്റെ ആ ഒരു പെരുമാറ്റവും ആ ഒരു മറ്റുള്ളവരുടെ അലിവ് കാണിക്കുന്നത് ശ്രുതിക്ക് ഒരുപാട് അത്ഭുതം തോന്നി. അങ്ങനെ അവസാനം പിന്നെ ശ്രുതി ഓരോ കാര്യങ്ങൾ ജോലിയൊക്കെ എടുത്ത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ലാവണ്യ വന്നിട്ട് ശ്രുതിക്ക് ഒരു എംബ്രോയിഡറി, താൻ ചെയ്ത ആ ഒരു എംബ്രോയിഡറി കാണിച്ചു കൊടുക്കുകയും എന്നിട്ട് അന്ന് പ്രീതി പറഞ്ഞതുപോലെ ഞാൻ എംബ്രോയിഡറി ഇപ്പോൾ ചെയ്ത് തുടങ്ങി, പ്രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എംബ്രോയിഡറി വർക്ക് നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിരിക്കുമെന്ന്, അതുപോലെ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടെന്നൊക്കെ ലാവണ്യ ഇങ്ങനെ സന്തോഷത്തോടെ പറയുകയും, അങ്ങനെ അഞ്ജലി വന്നതിന് ശേഷവും ലാവണ്യ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു എംബ്രോയിഡറിയും കൂടി വേണമെന്ന് പറയുകയും എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് ലാവണ്യ പോവാണ്. ആ ഒരു ക്രെഡിറ്റ് എല്ലാം ശ്രുതിയോടാണ് അഞ്ജലി പറയുന്നത്, ഇത്രയും പെട്ടെന്ന് ലാവണ്യെ മാറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഞ്ജലി പോയ പിന്നാലെ ഇനി എന്ത് ചെയ്യാൻ പറ്റും, അമ്മായി പറഞ്ഞതുപോലെ എന്തെങ്കിലും ദീപാവലിക്ക് സമ്മാനം എന്തെങ്കിലും വാങ്ങണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രം നോക്കുന്ന സമയത്താണ് 20 സോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ളി കോയിൻ സമ്മാനം എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ കിടക്കുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഈ 20 സോപ്പ് വാങ്ങാനുള്ള പൈസ കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വെള്ളി നാണയമെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോവാമല്ലോ എന്നൊരു പ്രതീക്ഷയിലാണ് ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു ഐഡിയ ശ്രുതിയുടെ മനസ്സിൽ തോന്നി. അങ്ങനെ നേരെ ശ്രുതി അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു ടവലിരുന്നു. ആ ടവൽ ഇങ്ങനെ വലിച്ചെടുത്ത സമയത്ത് അതിൻ്റെ ഈ ഒരു ടവലിൻ്റെ മുകളിൽ ഒരു ഫ്ലവർ ബേസ് ഉണ്ടായിരുന്നു. ആ ഫ്ലവർ ബേസ് വന്ന് തറയിൽ വന്ന് കുപ്പിച്ച് തറയിൽ വീണ് അത് പൊട്ടിപ്പോയി. ആ ഒരു സമയമാണ് അശ്വിൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ അശ്വിൻ ഇത് കണ്ടു, ഫ്ലവർ ബേസ് പൊട്ടിയതാണെന്ന് അശ്വിൻ കണ്ടു. അങ്ങനെ അശ്വിൻ ദേഷ്യത്തോടെയാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ശ്രുതിയും പേടിച്ചു, ഇനി എന്ത് ചെയ്യും, ഇത് ആരെങ്കിലും എന്തെങ്കിലും പറയുമോ. അങ്ങനെ ഈ ഒരു സമയം അഞ്ജലിയും വരുന്നുണ്ട്. അപ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട് ഇത് എന്താ സംഭവം, ഇത് എങ്ങനെയാണ് പൊട്ടിയത്. ഉടനെ ശ്രുതി പറയാൻ വന്നതും അശ്വിൻ തടഞ്ഞതിന് ശേഷം, ചേച്ചി അത് ഞാൻ ആ ഒരു ഫ്ലവർ ബേസ് എൻ്റെ കൈ തട്ടി തറയിൽ വീണ് പൊട്ടിയതാണ്, ഞാൻ അറിഞ്ഞില്ല, ഞാൻ അറിയാതെ ഒരു കാര്യം എടുക്കാൻ വന്നപ്പോൾ അത് തറയിൽ വീണ് പൊട്ടിയതാണ്. ഉടനെ അഞ്ജലി പറയുവാണ്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ ബേസ് ആയിരുന്നില്ല, അത് നീ തന്നെയാണോ പൊട്ടിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ജലി വെറുതെ കളിയാക്കുകയും അങ്ങനെ അഞ്ജലി അങ്ങ് പോവാണ്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ഈ ഒരു ഫ്ലവർ ബേസ് തറയിൽ വീണ് പൊട്ടിയത് കുപ്പിച്ചിൽ ആരുടെയും കാലിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വൃത്തിയാക്കിയാൽ മാത്രം മതി, രാമേട്ടനെയും കൂടി സഹായത്തിന് വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ബേസിൻ്റെ പകുതി ഭാഗം ശ്രുതിയുടെ കയ്യിലെടുത്ത് കൊടുത്തതിന് ശേഷം അശ്വിൻ അങ്ങോട്ട് പോവുകയാണ്. ശ്രുതിക്ക് ഒരു അത്ഭുതം തോന്നി. സാധാരണ കടലമുട്ടായി ഇങ്ങനെയല്ല, അശ്വിൻ ഇങ്ങനെയല്ല ഓരോ കാര്യങ്ങൾക്കും ദേഷ്യപ്പെടുകയും ഒരു സാധനം തറയിൽ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ഭൂകമ്പം തന്നെ ഉണ്ടാക്കുന്ന അശ്വിൻ ഇന്ന് തൻ്റെ കയ്യിൽ നിന്ന് വീണ ഒരു ഫ്ലവർ ബേസ് പോലും സ്വയം
സ്വയം കുറ്റം ഏറ്റെടുത്തിട്ട് എന്നെ രക്ഷിക്കുകയും അച്ഛനെ വയ്യാന്ന് പറഞ്ഞപ്പോൾ സഹായിക്കുകയും പിന്നെ ഒരുപാട് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു അത്ഭുതം തോന്നുന്നുണ്ടെന്നൊക്കെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും അശ്വിൻ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാടെന്ന് പറയുമ്പോൾ ഒരുപാട് മാറി. ശ്രുതിയുടെ വരവോടുകൂടി അശ്വിന്റെ ജീവിതത്തിൽ തന്നെ പല പല അത്ഭുതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അത്ഭുതങ്ങളിൽ ഒന്നാണ് മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ അശ്വിൻ ഇടപെടുകയും പിന്നെ മറ്റുള്ളവരുടെ ആശ്വസിപ്പിക്കുകയും അറിയാതെ ചെയ്ത തെറ്റുകളിൽ അവരെ വഴക്കു പറയാതെയൊക്കെ ഇരിക്കുകയും അങ്ങനെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇതിൽ ശ്രുതിക്കും ഒരുപാട് അത്ഭുതം തോന്നുവാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഈ ഒരു അലിവ്, അശ്വിൻ്റെ ഈ ഒരു അലിവ് അവസാനം ശ്രുതിയോടുള്ള പ്രണയമായിട്ട് മാറുമോ? ശ്രുതിയും അശ്വിനും പരസ്പരം പ്രണയിക്കുമോ? ആകാശിന്റെ മനസ്സിൽ ആരാണെന്ന പ്രീതിയാണ് എന്ന് അഞ്ജലിയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ആകാശിന്റെയും പ്രീതിയുടെ വിവാഹം നടക്കുമോ എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റാ ബൈ.